ഹായ്, ഞാനിപ്പോൾ ഉള്ളത് കൊപ്പം മുളയങ്കാവിലാട്ടോ. വളാഞ്ചേരി കൊപ്പം മുളയങ്കാവിലാണ്. ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ വെള്ളമൊക്കെ ഒഴുകിയിരുന്ന സ്ഥലമാണ് ആ ബാക്കിൽ കാണുന്നത്. പിന്നെ നമുക്ക് ഇവിടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. ഓക്കെ, നമ്മളിതാ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വരുന്ന റോഡ് കേട്ടോ. എൻ്റെ ഇപ്പം വിജയേട്ടനും സുഭാഷും ഉണ്ട്, ആ ഫ്രണ്ടാണ്. ആ കാണുന്നതിൻ്റെ പുഴയൊക്കെയാണ് നമുക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ പണ്ട് കാലങ്ങളിൽ വെള്ളം ഒഴുകിയിരുന്ന സ്ഥലം. മുകൾ ഭാഗത്തൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ, ചെക്കന്മാരുണ്ട്. നമ്മൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് കൂക്കി തരുന്നുണ്ട്. നമ്മളിതാ ഇതിൻ്റെ താഴത്തിൻ്റെ കുറച്ച് വ്യൂ ഒക്കെ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ഓക്കെ, ഒരു പുഴയും ഇതൊക്കെ ഉള്ളൊരു വ്യൂ ഉണ്ട് ഇവിടെ. ഇതന്നെയാണ് മുകൾ ഭാഗത്തു നിന്ന് കാണാനുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആദ്യം കണ്ടിട്ട് മുകളിലോട്ട് കയറാം. ഞാൻ പറഞ്ഞ ഒരു വ്യൂ ഇതാണ്. ഈ ഗ്യാപ്പിലൂടെയാണ് നമ്മൾ വരുന്നത്. ആ മലമുകളിലൊക്കെ ചെക്കന്മാരുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഉണ്ട്. ഈ കാണുന്ന പുഴയാണ്. അപ്പുറത്തൊരു പാലൊക്കെ കാണാനുണ്ട്. ഇനി ഏത് പാലാണെന്ന് എനിക്കറിയില്ല കേട്ടോ. വൈകുന്നേരം ടൈമിനൊക്കെ ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ. നല്ല കാറ്റൊക്കെ ഉണ്ട്, അടിപൊളി സ്ഥലമാണ്. നമ്മളിത് അതിലൂടെ ഒക്കെ പോവാം. എല്ലായിടത്തു കൂടിയും വഴിയുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ പോവാണ് മുകളിലോട്ട്. നമ്മൾ നേരത്തെ വ്യൂ കണ്ടത് ആ പാറപ്പുറത്ത് നിന്നായിരുന്നു. മേലിൽ നിന്നുള്ള ആൾക്കാരാണ് ഇപ്പം അങ്ങോട്ട് താഴത്തോട്ട് വരുന്നത്. പണ്ട് കാലങ്ങളിൽ ഇതിന്ന് വെള്ളമാണ് ഇങ്ങനെ ഒഴുകിയിരുന്നത് കേട്ടോ. അങ്ങനെയാണ് തോന്നണം. ഇത് ഓവുചാലാണ്. ഇവിടുന്ന് അങ്ങനെ കാണാൻ നമ്മൾ പറഞ്ഞ ഓവുചാൽ ഇതിനെന്താ പറയാറില്ല. ഞാൻ നമ്മളെ രീതിയിൽ പറഞ്ഞാണ്. പണ്ട് കാലങ്ങളിൽ വെള്ളം ഇതിലൂടെ ആയിരുന്നു ഒഴുകിപ്പോയിരുന്നത്. നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നത്. നമുക്ക് ഏറ്റവും ആ മുകളിലോട്ടാണ് കയറി പോകാനുള്ളത് കേട്ടോ. ഞാൻ ഈ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിലൂടെ വന്നതാണ്. ആ ഭാഗത്തൊരു നരിമട ഉണ്ടെന്ന് പറയണ്ടേ. പക്ഷെ അവിടെ ആകെ ഇതൊക്കെ ആവുകൊണ്ട്, പുല്ലൊക്കെ ആവുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ നേരെ മുകളിലോട്ട് കയറാം. മുകളിലോട്ട് കയറുന്ന സ്ഥലമൊക്കെ അടിപൊളി കേട്ടോ. പക്ഷെ കുറച്ച് നടക്കാനുണ്ടേ. നമ്മളിതാ പുല്ലിൻ്റെ ഇടയിലോടൊക്കെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സുഭാഷാണ് അവിടെ നിൽക്കുന്നത്. വിജയേട്ടതാ സാധനം കയറി വരുന്നുള്ളൂ. നമ്മളത് ഏകദേശം പകുതി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വന്ന് സുഭാഷൊക്കെ അവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ വിജയേട്ടൻ സുഭാഷിൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കണ്ടേ. നമ്മളിതാ പതുക്കെ ഇങ്ങനെ മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. മുകളിലോട്ട് വരുന്നവർ കുറച്ച് വെള്ളമൊക്കെ കൈ പിടിക്കേണ്ട വഴിക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം മുകളിലെത്തി. നമ്മൾ വന്ന വഴി കയറിയപ്പോൾ അവിടെ കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ട്. വൈകുന്നേരം ടൈമിനൊക്കെ ആൾക്കാരുണ്ടാവും. നല്ല കാറ്റാണ് കേട്ടോ. അതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് അങ്ങോട്ട് കാണാനുണ്ട്. അത് എനിക്ക് വളരെ അറിയില്ല. വണ്ടികളൊക്കെ ഇറങ്ങി
മുകളിലത്തെ വ്യൂ കാണിച്ചു തരാം മക്കളെ. ഇതാണ് മുകളിലെ ഫ്രീ ആയ ഏരിയ. വൈകുന്നേരം ടൈമിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഇവിടെ മഴ ഉള്ളപ്പോഴൊക്കെ ചെക്കന്മാരൊക്കെ വരലുണ്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലം അവിടെ വന്നിരുന്നു. എന്നിപ്പോൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതായി കാണുന്നതാണ് വ്യൂ മക്കളെ. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. നമ്മൾ ആമസോൺ വ്യൂ പോയിൻ്റ് കാണിക്കാത്ത അടിപൊളി സ്ഥലമാണ്. അതാണ് മുകളിലെ വ്യൂ. അതാണ് ഇപ്പുറത്തെ സൈഡ്. നമ്മളെ താഴ്ന്ന് കണ്ട മറ്റേ വെള്ളം വരുന്ന മറ്റേ ഊച്ചാലൊക്കെയാണ് നമുക്ക് ഈ കാണുന്നത്. ഉണ്ടോ, നമ്മൾ വണ്ടി നിർത്തിയ റോഡാണ് ആ കാണുന്നത്. വെള്ള കളർ സാധനം കാണുന്നുണ്ടോ, അത് റോഡാണ്. അതാ നമ്മൾ കാണുന്ന ആ വഴിയാണ് വന്നുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറിയതാണ്. അപ്പോൾ ഓക്കെ, ശരി, അടുത്ത വീഡിയോയിൽ കാണാം.